നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിനോട് കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന ഇറാന് ഇപ്പോഴിതാ നെതന്യാഹുവിന്റെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. അല്പം മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇറാനിയൻ ജനതയോട് വളരെ ശക്തമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നത്. ഇസ്രായേലിനെതിരായ മൂന്നാമത്തെ ഇറാനിയൻ ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നൽകിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്ത് തന്റെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ഭാഷാ വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇറാനിലെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടു. അവർ അത് കണ്ടതിന് ശേഷം നിരവധി ഇറാനികൾ ഇസ്രായേലിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഇന്നൊരിക്കൽ കൂടി ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒക്ടോബറിൽ ഇസ്രായേലിനെതിരായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ടെഹ്റാന് $2.3 ബില്യൺ ചിലവായി എന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷെ ഇനിയും മുതിർന്നാൽ അത് നിങ്ങളുടെ കൂടുതൽ ബില്യൺ കണക്കിന് ഡോളർ കൊള്ളയടിക്കും തരത്തിലുള്ള ആക്രമണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രായേലിന് നേരെ തൊടുത്ത 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകളുടെ വിലയാണ് $2.3 ബില്യൺ എന്ന് നെതന്യാഹു വക്താവ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ മറ്റൊരു ആക്രമണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മുടിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇറാന് കാര്യമായ സാമ്പത്തിക നാശമുണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന ഭീഷണിയായി തന്നെ ഇതിനെ എടുക്കാം. കാരണം ഇറാനെ സംബന്ധിച്ച് എണ്ണപ്പാടങ്ങളാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. ഇനി അതാണോ നെതന്യാഹു തന്റെ പ്രസംഗത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക ഉണർത്തുന്ന മറ്റൊരു കാര്യം. ഒക്ടോബർ 1 ടെഹ്റാൻ ഇസ്രായേലിൽ 200 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് 2 ദിവസം മുമ്പ് നെതന്യാഹു അവസാനമായി ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തിരുന്നു. ഭൂരിഭാഗം ജനങ്ങളെയും ബോംബ് ഷെൽട്ടറുകളിലേക്കും സുരക്ഷിത മുറികളിലേക്കും അന്ന് ഒരു ആക്രമണത്തിൽ അയച്ചിരുന്നു. ആക്രമണം ഏപ്രിലിൽ വീണ്ടും ഒരു ഡ്രോൺ അറ്റാക്കും ഉണ്ടായിരുന്നു. മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ രണ്ടാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏപ്രിലിൽ ഉണ്ടായത്. ഇസ്രായേലിലെ സൈനിക താവളങ്ങൾക്കും ചില പാർപ്പിട പ്രദേശങ്ങൾക്കും താരതമ്യേന ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും വെസ്റ്റ് ബാങ്കിൽ ഒരു പാലസ്തീൻകാരെ കൊല്ലുകയും ചെയ്തിരുന്നു. ടെഹ്റാൻ പിന്തുണയുള്ള ഭീകര നേതാക്കളെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഒക്ടോബർ 1 ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറഞ്ഞത്. കഴിഞ്ഞ മാസം ഇറാന്റെ വ്യോമ പ്രതിരോധ ബാറ്ററികളിലും നിർണായക ഊർജ്ജ സൗകര്യങ്ങൾ സംരക്ഷിക്കുന്ന തന്ത്രപരമായിട്ടുള്ള സൈനിക സൈറ്റുകളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഈ ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരുന്നു. ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമിക്കുമെന്ന് പിന്നാലെ തന്നെ ഇറാൻ ഭീഷണിയും പെടുത്തി. ഒക്ടോബറിലെ ആക്രമണം ഇസ്രായേലിന് നേരിയ നാശം വിതച്ചെന്ന് നെതന്യാഹു പറഞ്ഞു. എന്നാൽ അത് നിങ്ങൾക്ക് എന്ത് നാശമാണ് വരുത്തിയത് എന്നാണ് നെതന്യാഹു ഇപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ആ തുകയ്ക്ക് നിങ്ങളുടെ ഗതാഗത ബജറ്റിൽ കോടിക്കണക്കിന് തുക ചേർക്കാമായിരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ ബജറ്റിലേക്ക് കോടിക്കണക്കിന് തുക കൂട്ടിച്ചേർക്കാമായിരുന്നു. പകരം ഖമേനി ഭരണകൂടത്തിന്റെ ക്രൂരത തുറന്നു കാട്ടുകയും ലോകത്തെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിക്കുകയും ചെയ്തു. നിങ്ങളുടേതാകേണ്ട പണം അവർ തട്ടിയെടുത്തു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് പകരം വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കായി ഭരണകൂടം പണം ചിലവഴിച്ചാൽ ഇറാനികളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നും നെതന്യാഹു വാദിച്ചിട്ടുണ്ട്. ഇറാൻ സ്വതന്ത്രമായാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ വ്യത്യാസമാകുമെന്ന് നിങ്ങൾ സങ്കല്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കല്പിക്കുക, ഭയമില്ലാതെ മനസ്സ് തുറന്ന് പറയാമായിരുന്നു. നിങ്ങളുടെ കുട്ടികളുടെ മുഖം ചിത്രീകരിക്കുക. സുന്ദരമായ നിഷ്കളങ്കരായ ആത്മാക്കൾ. അവർക്ക് അനന്തമായ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ ജീവിതം മുഴുവൻ അവർക്ക് മുന്നിലാണ്, അദ്ദേഹം പറഞ്ഞു. ജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ പാഴാക്കുന്നതിന് പകരം കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കും. നിങ്ങൾക്ക് മനോഹരമായ റോഡുകൾ ലഭിക്കും. വിപുലമായ ആശുപത്രികൾ, ശുദ്ധജലം. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും നൂതനമായ പല സംവിധാനങ്ങളാണ് ഇസ്രായേലിനുള്ളത്. ഇറാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ജല അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവയും മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാവുന്ന കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖമേനിയുടെ ഭരണകൂടം എല്ലാ ദിവസവും നിങ്ങളെ നിഷേധിക്കുന്നത് അതാണ്. ഇറാൻ കെട്ടിപ്പടുക്കുന്നതിന് പകരം ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവർ ശ്രദ്ധിക്കുന്നത്. എന്തൊരു നാണക്കേടെന്നാണ് നെതന്യാഹു തന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെതിരായ മറ്റൊരു ആക്രമണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഇത് നിങ്ങളുടെ കൂടുതൽ കോടിക്കണക്കിന് ഡോളർ കവർന്നു
നടക്കും. നിങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടെന്ന് എനിക്കറിയാം, നെതന്യാഹു പറഞ്ഞു. എനിക്കും ഈ യുദ്ധം വേണ്ട. ഇസ്രായേൽ ജനത ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ ഗുരുതരമായി അപകടത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട്, ടെഹ്റാനിലെ സ്വച്ഛാധിപതികൾ. അത്രയുള്ളൂ. ഇറാനിയൻ ഭരണം ദുർബലമാകുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ശക്തമാകുമെന്ന് നെതന്യാഹു പറഞ്ഞു. ലോകം കണ്ടത് നമ്മുടെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ്. എന്നിട്ടും ഖമേനിയുടെ ഭരണകൂടം ഇസ്രായേലിനേക്കാൾ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഇത് നിങ്ങളാണ്, ഇറാനിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയാനും അവർ വളരെയധികം സമയവും പണവും ചെലവഴിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ മരിക്കാൻ അനുവദിക്കരുത്. ഞാൻ മന്ത്രിക്കുന്നത് കേൾക്കുന്നു. സ്ത്രീകൾ, ജീവിതം, സ്വാതന്ത്ര്യം. 2022 രാജ്യവ്യാപകമായി ഇറാനിയൻ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനും ഇറാനും ഇടയിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടും നെതന്യാഹു പറഞ്ഞു. പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ഇസ്രായേലും സ്വതന്ത്ര ലോകത്തിലെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് അറിയുക. നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. ശരി, അത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സ്വതന്ത്ര ഇറാനിൽ ഒരു ദിവസം ഇസ്രായേലികളും ഇറാനികളും ഒരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവി കെട്ടിപ്പടുക്കുമെന്നതിൽ എനിക്ക് സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് ഇസ്രായേൽ അർഹമായ ഭാവി, അതാണ് ഇറാൻ അർഹിക്കുന്ന ഭാവി. നമുക്ക് ഒരുമിച്ച് ഈ മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കാമെന്നും അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഇറാനിലെ ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഭാവിയിൽ ഒരു സമാധാനത്തിന്റെ ദിവസങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു നെതന്യാഹുവിനെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. അതിൽ കൂടുതലും ഇറാനിലെ ജനങ്ങൾക്ക് അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, അവരെ ആരാണോ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഇനിയൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേലിനെ പിന്നെ തിരിച്ചടിക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. പക്ഷെ ആ ആക്രമണം വളരെ കനത്തതായിരിക്കും. മാത്രമല്ല ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കും. പക്ഷെ അത്തരത്തിലൊരു ആക്രമണം ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, വർഷങ്ങളായി ഞങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെ സ്വതന്ത്രമായി പോരാടുകയാണ്. ബാഹ്യ ഇടപെടലില്ലാതെ ഞങ്ങൾ അത് തുടരും. അതായത് ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം വലിയ രീതിയിൽ ഇങ്ങോട്ട് ഉണ്ടായാൽ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇറാനിലെ ജനങ്ങളോട് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനായിട്ട്, അവരുടെ പുരോഗമനത്തിനായിട്ട് നെതന്യാഹുവിന് ചിലത് ചെയ്യാനുണ്ട് എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഖമേനി നടത്തുന്ന അവിടുത്തെ ഭരണകൂടത്തിനെതിരെയും വളരെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ നെതന്യാഹു തുറന്നടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേജിൽ ഈ ഒരു പ്രസംഗം അദ്ദേഹം അല്ലെങ്കിൽ അഭിസംബോധന ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊരിക്കലും അദ്ദേഹത്തിന്റെ ഇസ്രായേൽ പട്ടാളക്കാരോട് അല്ലെങ്കിൽ ഇസ്രായേൽ സേനയോട് അവരോട് ആക്രമിക്കാനോ അവരെ തിരിച്ചടിക്കാനോ ഉള്ള ശക്തമായ മുന്നറിയിപ്പല്ല നൽകിയിരിക്കുന്നത്. ഇത് മുഴുവൻ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹം നല്ലൊരു ഭാവി അല്ലെങ്കിൽ യുദ്ധമില്ലാത്തൊരു നല്ല ഭാവിയെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.